VM സുധീറിന്റെ പ്രസ്താവനകൾ അസ്ഥാനത്തുള്ളവയാണെന്ന് കെ സുധാകരൻ. താൻ അതിന് വില കൽപ്പിക്കുന്നില്ല. സുധീരൻ പ്രകടിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ സംസ്കാരമാണെന്നും KPCC അധ്യക്ഷന്റെ വിമർശനം. ഞാനതൊന്നും ഒരു വില കൽപ്പിക്കാത്ത സ്റ്റേറ്റ്മെന്റാണ്. അത് അദ്ദേഹത്തിന്റെ സംസ്കാരം. പാർട്ടി യോഗത്തിൽ പറയേണ്ട കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞത് തെറ്റായ കാര്യമെന്ന് VM സുധീരൻ. ഒരു KPCC അധ്യക്ഷൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് സുധാകരൻ ചെയ്തത്. തന്നെ തള്ളിപ്പറഞ്ഞ AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ നിലപാട് ഔചിത്യമായില്ല എന്നും VM സുധീരന്റെ ആരോപണം. നേതൃത്വത്തിന് അതേക്കുറിച്ച് അഭിപ്രായമുണ്ടെങ്കിൽ പാർട്ടി യോഗത്തിലാണ് പറയേണ്ടത്. വസ്തുതാവിരുദ്ധമായൊരു കാര്യം തെറ്റിദ്ധാരണാജനകമായി അദ്ദേഹം അവതരിപ്പിച്ചത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ്. ഒരിക്കലും ഒരു KPCC പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന നേതാവായിരുന്നു പ്രിയരഞ്ജൻ ദാസ് മുൻഷി. ഈ സുധാകരൻ ചെയ്ത അതേ ഔചിത്യരാഹിത്യം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് പരസ്യ പ്രസ്താവന പാടില്ല എന്ന AICC വിലക്ക് ലംഘിച്ചു VM സുധീരൻ. രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിലേക്കുള്ള ക്ഷണം വന്നപ്പോൾ കോൺഗ്രസ് നിഷേധിക്കണമായിരുന്നു. കോൺഗ്രസ് ചടങ്ങിൽ പങ്കെടുക്കുന്നത് ആത്മഹത്യാപരമായിരിക്കും. ഉദ്ഘാടനത്തിലുള്ള ക്ഷണം ഉടൻ തള്ളണമെന്നും VM സുധീരൻ ആവശ്യപ്പെട്ടു. ഈ കാര്യത്തിൽ രാമക്ഷേത്രം സംബന്ധിച്ച പരിപാടിയിൽ പങ്കെടുക്കാൻ ക്ഷണം കിട്ടിയപ്പോഴേ അത് നിരാകരിക്കേണ്ടതായിരുന്നു, അത് നിരസിക്കേണ്ടതായിരുന്നു. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അമൽ, ആ നിർവാഹക സമിതി യോഗം കഴിഞ്ഞതിന് ശേഷം ഒരു പരസ്യ പ്രസ്താവനയിലേക്കും ഒരു പരസ്യ കലാപത്തിലേക്കും തന്നെ കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇനി എന്തായിരിക്കും? കഴിഞ്ഞ 2 വർഷത്തോളമായി VM സുധീരൻ KPCCയുടെ പരിപാടികളിൽ ഒന്നും തന്നെ പങ്കെടുക്കുന്നില്ല. നിർവാഹക സമിതി യോഗത്തിലും രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലും പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് തന്റെ നിലപാട് എന്നുള്ളതായിരുന്നു സുധീരൻ പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നലത്തെ യോഗത്തിന് സുധീരൻ എത്തിയപ്പോൾ സ്വാഭാവികമായും നേതൃത്വത്തിനെതിരെ നേരത്തെ നൽകിയ പരാതിയുടെ വിഷയമടക്കം ഉന്നയിക്കുകയും നേതൃത്വം കൂട്ടുത്തരവാദിത്തമില്ലാതെയാണ് മുന്നോട്ട് പോകുന്നതെന്ന വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. അതിനുശേഷം പോകാനിറങ്ങിയ VM സുധീരനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ദീപാദാസ് മുൻഷിയുടെയും അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളുടെ എല്ലാം ഭാഗത്തു നിന്നും ഉയർന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ പോലും സുധീരനെ വിമർശിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇടയ്ക്ക് ഇത്തരം പരിപാടികളിലേക്ക് കടന്നു വന്ന് വിമർശനം ഉന്നയിച്ച് മടങ്ങുകയാണ് സുധീരന്റെ പതിവ് എന്നുള്ളതാണ് ഈ നേതാക്കളുടെ എല്ലാം പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്. അതിനുശേഷം സുധീരൻ ഇന്നലെ കൊച്ചിക്ക് മടങ്ങിയിരുന്നു. ഇന്നിപ്പോൾ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്ത് മടങ്ങിയെത്തവയാണ് വീണ്ടും പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. സുധീരന്റെ പ്രതികരണങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് KPCC പ്രസിഡന്റിന്റെ പ്രസ്താവന. അതോടൊപ്പം തന്നെ VM സുധീരൻ ഇന്ന് AICCയുടെ വിലക്ക് ലംഘിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളും നടത്തിയിട്ടുണ്ട്. രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഒരു നേതാക്കളും പരസ്യ പ്രസ്താവന നടത്തരുത് എന്ന നിർദ്ദേശമാണ് AICC നൽകിയിരിക്കുന്നത്. ഇന്നലെ കേരളത്തിന്റെ ചുമതലയുള്ള സംഘടനാ AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി KPCC യോഗത്തിനെത്തിയപ്പോൾ കേരളത്തിലെ നേതാക്കളും ഇത് കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ അതെല്ലാം ലംഘിച്ച് ഇന്ന് VM സുധീരൻ ആ വിഷയത്തിൽ പരസ്യ പ്രതികരണവും നടത്തി. ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്കുള്ള ക്ഷണം വന്നപ്പോൾ തന്നെ നിരസിക്കണമായിരുന്നു. കോൺഗ്രസ് അതിന്റെ മതേതരത്വ നയത്തിൽ വെള്ളം ചേർത്തു. ഈ നിർവാഹക സമിതി യോഗത്തിൽ ഇത് ഹൈക്കമാൻഡ് അല്ലെങ്കിൽ ദേശീയ നേതൃത്വം നിലപാട് എടുക്കേണ്ട ഒരു കാര്യമാണെന്ന് തീരുമാനിച്ചതാണല്ലോ. അതിനുശേഷമാണ് അവിടെ ആ വിഷയം ഒരു തവണ ഉന്നയിച്ചു, അവിടെ മറുപടി നൽകിയതാണ്. അത് കഴിഞ്ഞ് പിന്നെയും ഇപ്പോൾ പരസ്യ പ്രസ്താവന വരുന്നത്. ഇന്നലെ ആ നിലപാട് കൃത്യമായി തന്നെ കേരളത്തിലെ നേതൃത്വത്തെ AICC നേതൃത്വം അറിയിച്ചിരുന്നതാണ്. അത് AICC ജനറൽ സെക്രട്ടറി തന്നെ കൃത്യമായി യോഗത്തിൽ എല്ലാവരുടെയും കേൾക്ക് പറയുകയും ചെയ്തു. അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഈ ഒരു നിലപാട് അവർ ആവർത്തിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല AICCയുടെ കർശനമായ നിർദ്ദേശം നിലനിൽക്കുകയാണ്. ഈ വിഷയത്തിൽ പ്രതികരണം വേണ്ട, ഉചിതമായ തീരുമാനം ദേശീയ നേതൃത്വം കൈക്കൊള്ളും എന്നുള്ളത്. ആ ഒരു വിഷയം നിലനിൽക്കുകയാണ് സുധീരന്റെ പ്രസ്താവന വീണ്ടും ഉണ്ടായിരിക്കുന്നത്. മതേതരത്വത്തിൽ കോൺഗ്രസ് വെള്ളം ചേർത്തു എന്ന ഗുരുതരമായ ഒരു പരാമർശം കൂടി സുധീരന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതിനുശേഷം കൃത്യമായി തന്നെ സുധീരനോട് ആ വിഷയം ഞാൻ ചോദിച്ചതാണ്. ഈ AICCയുടെ വിലക്ക് നിലനിൽക്കുന്നുണ്ട്, അപ്പോൾ നടപടി വരട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണോ പ്രതികരണം എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ അങ്ങനെയല്ല ആ വിഷയത്തെ നേരിടേണ്ടത്, AICC ഇപ്പോൾ എടുക്കുന്ന നിലപാടുമായി അല്ല നേരിടേണ്ടത് എന്നുള്ളൊരു നിലപാടാണ് VM സുധീരൻ എന്തായാലും പറഞ്ഞു വെക്കുന്നത്. സ്വാഭാവികമായും നിലവിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളൊന്നും സുധീരൻ വഹിക്കുന്നില്ല എങ്കിൽ കൂടി സുധീരൻ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, മുൻ KPCC അധ്യക്ഷനാണ്. അതിനാൽ തന്നെ ഈ ഒരു പരാമർശം വലിയ രീതിയിൽ ചർച്ചയാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഒരുപക്ഷേ AICCയും വിഷയത്തിൽ ഇടപെട്ടേക്കുമായിരിക്കും.